മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് കേരളം അനുമതി നൽകി. ബുധനാഴ്ച തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കേരള സന്ദർശനത്തിനിടെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനം അനുമതി നൽകുകയായിരുന്നു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അനുമതി നൽകിയത് പുറത്തു വന്നിരിക്കുന്നത്? ഒപ്പം ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാനം അനുമതി നൽകുകയായിരുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് കേരളത്തോട് നേരത്തെ തന്നെയും തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേരളമാകട്ടെ അതിന് അനുവാദം നൽകാതെ വൈകിപ്പിക്കുകയായിരുന്നു. കാരണം കേരളം അതിന് പറഞ്ഞിരുന്നൊരു വിശദീകരണം കേരള സർക്കാർ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഡാമിൻ്റെ സുരക്ഷാ പരിശോധന നടത്തണം. സുരക്ഷാ പരിശോധന നടത്തി അത് സുരക്ഷയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുവാദം നൽകുകയുള്ളൂ എന്ന നിലപാടായിരുന്നു കേരളം സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇതിനെതിരെ തമിഴ്നാട് സർക്കാർ, അതായത് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുഗൻ തമിഴ്നാട് നിയമസഭയിൽ കേരളം ഈ വിഷയത്തിൽ അറ്റകുറ്റപ്പണി നടത്താനായി അനുവാദം നൽകുന്നില്ല, മാത്രമല്ല ഈ വിഷയം വൈക്കം സന്ദർശന വേളയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഈ വിഷയം കേരളത്തിലെത്തുമ്പോൾ ഈ വിഷയം കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഈ വിഷയം ഗൗരവത്തോടെ ഉന്നയിക്കുമെന്നും ദുരൈമുരുഗൻ തമിഴ്നാട് നിയമസഭയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയും ഇരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തമ്മിൽ വൈക്കത്ത് കൂടിക്കാഴ്ച നടത്തുന്ന വേളയിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാകുമെന്നും മാധ്യമങ്ങളും വലിയ രീതിയിൽ വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാലിൻ സന്ദർശനത്തിനായി കേരളത്തിലെത്തുകയും ഇരു മുഖ്യമന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ ഒരു ഊഷ്മളതയെ ഒരുപക്ഷെ ഇത് ബാധിക്കുമെന്നത് കൂടി വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ തന്നെ സർക്കാർ ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടിൽ മാറ്റം വരുത്തുകയും തമിഴ്നാടിന് അറ്റകുറ്റപ്പണിക്കായി അനുവാദം കൊടുക്കുകയും ചെയ്തു. ബുധനാഴ്ച ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമാവുകയും ജലവിഭവ വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, മാത്രവുമല്ല അവിടെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല. അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോഴും ചീഫ് എഞ്ചിനീയറുടെ എക്സിക്യൂട്ടീവ് ചീഫ് എഞ്ചിനീയറുടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. അതല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ ഏത് ഉദ്യോഗസ്ഥരെയാണ് നിർദ്ദേശിക്കുന്നത് ആ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമേ തമിഴ്നാട് അവിടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്ന് കർശനമായ നിർദ്ദേശവും ഉത്തരവിൽ പറയുന്നുണ്ട്. 7 ദിവസത്തേക്ക് മാത്രമാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണികൾക്കായി കേരളം അനുവാദം നൽകിയിരിക്കുന്നത്. അത് കൃത്യമായി 7 പ്രവൃത്തികൾക്ക് വേണ്ടി മാത്രമാണ് മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണികൾക്കായി കേരളത്തിന് അനുവാദം എന്ന് കൃത്യമായ ഉത്തരവിൽ പറയുന്നു. ഇതിനു മുമ്പ് തന്നെയും ഈ അറ്റകുറ്റപ്പണികൾക്ക് കേരളത്തിൻ്റെ അനുവാദം തേടാതെ തന്നെ നീക്കം നടത്തിയിരുന്നു. ഡിസംബറിൻ്റെ ആദ്യവാരമായപ്പോൾ തന്നെയും 2 ലോറി മണലുമായി അതിർത്തിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഈ അറ്റകുറ്റപ്പണികൾക്കായി 2 ലോറി മണലുമായി എത്തിയിരുന്നു. പക്ഷേ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റിൽ കേരളം അത് തടയുകയും അതിനുശേഷം ആ ലോറി മറ്റൊരു ഭാഗത്തേക്ക് ഉപേക്ഷിച്ച് തമിഴ്നാട് മടങ്ങുകയുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു വലിയ രീതിയിൽ ഇതൊരു ചർച്ചയാവുകയും വലിയ രീതിയിൽ ചെറിയൊരു വിവാദത്തിലേക്കൊക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ്റെ കേരള സന്ദർശനത്തിനിടെ ഇത് മറ്റൊരു രീതിയിലേക്ക് പ്രശ്നം മാറാതിരിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അറ്റകുറ്റപ്പണികൾക്കായി 7 ദിവസത്തേക്ക് അനുവാദം നൽകുകയും ചെയ്യുന്നു. അപ്പോഴും കൃത്യമായ ഉപാധികളും നിബന്ധനകളോടുകൂടി തന്നെയാണ് കേരളം നിർദ്ദേശിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിലായിരിക്കണം. മാത്രമല്ല 7 ദിവസം മാത്രമേ പാടുള്ളൂ, മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ അവിടെ നടത്താൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശത്തോടു കൂടിയാണ് കേരള സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്.